ആമേൻ. നമ്മൾ ഈ പാടുന്ന പാട്ടെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളാണ്. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ പാടിയില്ലേ, കർത്താവേ ഇനിയും കൃപ തോന്നി എന്ത് ചെയ്യണം, എന്നെ നടത്തണം. ഹല്ലേലൂയ. എത്ര പേർക്ക് പറയാൻ കഴിയും, ദൈവം എന്റെ മേൽ പകർന്ന ദൈവകൃപ എന്റെ അകത്തുണ്ട്. ഹല്ലേലൂയ. ദൈവമക്കളെ, നമുക്ക് ദൈവത്തെ സന്തോഷിക്കുന്ന ഒറ്റ കാര്യം എന്തേ ഉള്ളൂ, ദൈവത്തിൽ നമുക്ക് എന്ത് കിട്ടിയോ അതിനെക്കുറിച്ച് നമുക്കുള്ള തിരിച്ചറിവാണ് നമ്മുടെ ബലം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അല്ലാതെ മനുഷ്യൻ തന്നതോ മനുഷ്യൻ പറഞ്ഞതോ ഒന്നിനെ കുറിച്ചുള്ള അറിവല്ല നമ്മുടെ ബലം എന്ന് പറയുന്നത്. ദൈവത്തിൽ നമുക്ക് എന്ത് കിട്ടി അതിനെക്കുറിച്ച് എനിക്കുള്ള ബോധ്യത എന്താണ്, അതാണ് എന്റെ ബലം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാൻ കഴിയുന്നില്ല, കർത്താവേ അവിടുത്തെ കൃപയാൽ ദൈവം എന്നെ ഇതുവരെ എത്തിച്ചു. അങ്ങനെയെങ്കിൽ ആ ദൈവകൃപ എന്റെ മേലുണ്ട്. ഈ ദൈവകൃപയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ, അത് ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിക്കാൻ നമ്മളെ യോഗ്യരാക്കി മാറ്റുന്നതാണ്. ഹല്ലേലൂയ. അല്ലാതെ നമ്മുടെ ബുദ്ധി കൊണ്ടോ ജ്ഞാനം കൊണ്ടോ ആരോഗ്യം കൊണ്ടോ പണം കൊണ്ടോ ഒന്നുമല്ല നാം ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിക്കാൻ വേണ്ടി പോകുന്നത്, ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രമാണ്. ഹല്ലേലൂയ. അങ്ങനെ ഇന്നപോലെ ആ തിരിച്ചറിവോടെ ദൈവസന്നിധിയിൽ പറയണം, കർത്താവേ ആ കൃപ മാത്രം മതി എനിക്ക്. ഹല്ലേലൂയ. ആ കൃപ മാത്രം മതി കർത്താവേ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് നമുക്ക് ദൈവസന്നിധിയിൽ ആമേൻ വായിച്ച സങ്കീർത്തനത്തിൽ ഭക്തൻ പറയുക, യഹോവയുടെ രക്ഷയാ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. യഹോവയുടെ ബലമാ. ഹല്ലേലൂയ. ആമേൻ 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 ആമേൻ. സ്തോത്രം ചെയ്യുന്നു. ഈ ആരാധനയിൽ നമ്മൾ കർത്താവിന് മഹത്വം കൊടുക്കാനുള്ള ഒരു കാരണം, ഹല്ലേലൂയ, ദൈവം എനിക്ക് ആരാണെന്നുള്ള തിരിച്ചറിവാണ്. ഹല്ലേലൂയ. അത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ നാം ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത്. ഹല്ലേലൂയ. എന്റെ ദൈവം എനിക്ക് ആരാണ്. ഹല്ലേലൂയ. ആ ദൈവത്തിൽ ഞാൻ ആരാണ്. ഹല്ലേലൂയ. ആമേൻ. അല്ലാതെ നമ്മുടെ മുമ്പിലുള്ള മതിലും നമ്മുടെ മുമ്പിലുള്ളതായിരിക്കുന്ന പ്രതിസന്ധി ഒന്നും കണ്ടല്ല നാം ദൈവത്തെ ആരാധിക്കുന്നത്. നാം ആരാധിക്കുന്ന ദൈവം ആരാണെന്ന് ആമേൻ നാം കണ്ടുകൊണ്ട് ആ ദൈവത്തിന് നാം മഹത്വം കൊടുക്കുകയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ യേശുവിനെ നാം ഒരു കാലഘട്ടത്തിലേക്ക് മനസ്സിൽ ആശ്രയിച്ച് നമ്മുടെ ജീവിതം നാം മുന്നോട്ട് നയിച്ച അവസാനം, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, പിശാച് നമ്മളെ നശിപ്പിച്ചു കളയുക, തകർക്കുവാനൊക്കെ ആമേന്റെ അവസാന മൊമെന്റിലാണ് കർത്താവിന്റെ സ്നേഹം നമ്മളെ തേടി വരുവാനായിട്ട്. അന്ന് മുതൽ നമുക്ക് ദൈവസന്നിധി പറയാൻ കഴിയുന്ന ഒരു സത്യമുണ്ട്, നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. അപ്പോൾ തന്നെ ആ ദൈവം ആരാണെന്നുള്ളതായിരിക്കുന്ന ഓരോ ദിവസവും എന്റെ ദൈവം എനിക്ക് ആരാണെന്നുള്ളതായിരിക്കുന്ന ബോധ്യത, അത് നമ്മുടെ നിരാശകളിൽ നിന്നും ഭയത്തിൽ നിന്നും വേദനയിൽ നിന്നും ഒക്കെ നമ്മളെ വെളിയിൽ കൊണ്ടുവരികയാണ്. യേശുവിന്റെ നാമത്തിൽ ആ കർത്താവിനെ നമ്മൾ ആരാധിക്കും. ആമേൻ. കർത്താവ് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോന്നറിയാമോ? കർത്താവ് എനിക്ക് അത് തരണമേ ഇത് തരണമേ, നല്ല ദൈവം ആരാധന കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മളെ ഇത്രയും നാളെ നടത്തി വന്നതായിരിക്കുന്ന ദൈവത്തിന്റെ നന്മ നാം തിരിച്ചറിഞ്ഞു പറയണം, കർത്താവേ നീ എനിക്ക് രക്ഷകനായിരുന്നു. ഹല്ലേലൂയ. നീ എന്റെ സങ്കേതമാണ്. ഹല്ലേലൂയ. നീ എന്റെ കോട്ടയാണ്. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ അവർക്ക് കൊടുത്ത നന്മ അവർ തിരിച്ചറിഞ്ഞിട്ട് അപ്പനോട് പറഞ്ഞു, അപ്പ എനിക്ക് ഇതൊക്കെ ദൈവം എനിക്ക് അപ്പം തന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മൾ കൊടുക്കുന്ന ഒരു കാര്യം ആമേൻ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ആ കൊടുക്കുന്ന വ്യക്തി പ്രതികരിക്കുമ്പോൾ നമുക്ക് എന്തോ സന്തോഷമുള്ളത്. ഹല്ലേലൂയ. ഇത് തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതാണ് തിരുവനന്തപുരം പറയുന്നത്, ഉപകാരങ്ങളെ ഓർത്തു വേണം നാം ദൈവത്തെ സ്തുതിക്കുക, അവന്റെ നന്മകളെ ഓർത്തു വേണം നമ്മൾ കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ. നമ്മുടെ ജീവന്റെ ബലം നമ്മുടെ ദൈവമാണ്. ഹല്ലേലൂയ. യഹോവയുടെ ജീവന്റെ ബലമാണ്. ഹല്ലേലൂയ. ഞാൻ ആരെ പേടിക്കും. ഹല്ലേലൂയ. ഇത്രയ്ക്ക് ശ്രേഷ്ഠമുള്ള ജനം ഈ ലോകത്തിൽ വേറെ ഏതാവുള്ളത്. ഹല്ലേലൂയ. അവൻ ചിലരൊക്കെ ചിന്തിക്കുന്നു, ഹല്ലേലൂയ, പണമേ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തെ അറിയാത്ത പലരും ആശ്രയിക്കുന്നവരുടെ പണത്തെയാ, ആമേ സ്തോത്രം, അവരുടെ കഴിവുകളെയാ. പക്ഷെ അതൊന്നും അവരുടെ ജീവന് ആധാരമായി വരുന്നില്ല. ഹല്ലേലൂയ. എന്നാൽ നമുക്കറിയാം, നമുക്ക് ദൈവസന്നിധിയിൽ പറയാൻ കഴിയും, യഹോവയുടെ ജീവന്റെ ബലമാണ്. യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ ആമേൻ. ഈ ആരാധന എന്റെ ദൈവം എനിക്ക് ആരാണെന്നുള്ള തിരിച്ചറിവോടെ നാം ദൈവത്തിന് നന്ദി പറയുമ്പോൾ വീണ്ടും ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വിളിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് ദൈവസന്നിധിയിൽ പറയാൻ കഴിയണം, കർത്താവേ അങ്ങനെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അങ്ങനെ സൗഖ്യമാക്കിയ ദൈവമാണ്. ഹല്ലേലൂയ. അങ്ങനെ ഇന്നും എന്നെ സൗഖ്യമാക്കാൻ എന്റെ ദൈവന്റെ കൂടെ ഉണ്ട്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന വിഷയങ്ങളെ നോക്കി ആമേൻ ദാവീദ് ഗോലിയാത്തിന്റെ മുമ്പിൽ നിന്ന് പറഞ്ഞതുപോലെ കഴിഞ്ഞ നാളിൽ അവനെ നടത്തിക്കൊണ്ടുവന്ന ദൈവത്തിന്റെ ഉപകാരങ്ങളും നന്മകളും ഓർത്ത് അവൻ പറഞ്ഞൊരു കാര്യമാണ്, ഒരിക്കൽ സിംഹവും കരടിയും വന്നു, ഞാൻ അതിനെ എന്ത് ചെയ്തു? ഹല്ലേലൂയ. ആമേന്റെ വായിൽ നിന്ന് ആമേൻ ആട്ടിൻകുട്ടിയെ ഞാൻ രക്ഷിച്ചു, അതിനെ ഞാൻ അടിച്ചു കൊണ്ടു. ഇതെന്താ? ഇത് ദൈവം തന്നെ നടത്തിയ അവൻ ദാവീദിന്റെ ജീവിതത്തിൽ, ആ ഒരു ബാലന്റെ ജീവിതത്തിൽ അസാധാരണമായിരിക്കുന്ന ഒരു കാര്യങ്ങളാണ്. അങ്ങനെയെങ്കിൽ ദൈവം നമുക്ക് പുറകോട്ട് തിരിഞ്ഞ് നമുക്ക് പറയാൻ കഴിയും, എത്രയോ അസാധാരണമായിരിക്കുന്ന കാര്യങ്ങളാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്നത്. ആ ദൈവം ചെയ്തതെല്ലാം നന്മകളെ ഓർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ പറയാൻ, കർത്താവ് അങ്ങയുടെ സങ്കേതമാണ്. ഹല്ലേലൂയ. അങ്ങയുടെ ബലമാണ് കർത്താവ്, അങ്ങയുടെ കോട്ടയാണ്. ഹല്ലേലൂയ. ഇത് നാം തിരിച്ചറിവോടെ പറയുമ്പോൾ, ഹല്ലേലൂയ, കർത്താവിന്റെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. ഇതൊക്കെ നാം വിശ്വാസത്തോടെ പറയുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, അതിനെ പറയുന്നു, വിശ്വസിക്കുന്നവർ
ദൈവത്തിന്റെ മോർണിംഗ് കാണും. അവർ സൗഖ്യം പ്രാപിക്കും. ആമേൻ ആമേൻ. കാരണം നമ്മളെ നടത്തുന്നത് ദൈവമാണ്. നമ്മുടെ സകല വിഷയത്തിലും ഇടപെടേണ്ടത് ദൈവത്തിന്റെ കരമാണ്. ആ കരം ചലിപ്പിക്കുന്നത് ആമേൻ നമ്മുടെ വിശ്വാസത്തിന്റെ മേല. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസത്തിന്റെ പുറത്ത് അങ്ങനെ പോലെക്കാലം ആ തിരിച്ചറിവോടെ ദൈവത്തിനെ വിളിച്ചു പറഞ്ഞ കർത്താവേ, അങ്ങനെ സങ്കേതമായതുകൊണ്ട്, അങ്ങനെ കോട്ടയായതുകൊണ്ട്, ആമേൻ അങ്ങനെ സൗഖ്യദായകനായതുകൊണ്ട്, അങ്ങനെ രക്ഷകനായതുകൊണ്ട് ഞാനങ്ങനെ ആരാധിക്കുന്നു. ആ തിരിച്ചറിവോടെ, ആ നിറഞ്ഞ മനസ്സോടെ, ഹല്ലേലൂയ. അന്ന് നമ്മുടെ നാവിൽ വരുന്ന ഓരോ സ്തുതിയും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മുടെ കർത്താവിന്റെ പോലെക്കാലം ഹല്ലേലൂയ പാടുന്ന പാട്ട് നമുക്ക് ധ്യാനിച്ചു പാടി വിശ്വാസത്തോടെ നമ്മുടെ കർത്താവിന് നമുക്ക് നന്ദി പറയും.